Good morning. Welcome to Financial Derivatives class. കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂച്ചേഴ്സ് ആണ്. പല രീതിയിലുള്ള ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. Can be classified on the basis of underlying asset. Underlying assetൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. On the basis of underlying asset, it may be classified into two, that is commodity features and financial features. രണ്ട് രീതിയിലാണ് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് കമ്മോഡിറ്റി ഫീച്ചേഴ്സും ഒന്ന് ഫിനാൻഷ്യൽ ഫീച്ചേഴ്സും. എന്താണ് ഈ കമ്മോഡിറ്റി ഫീച്ചേഴ്സ്? ഫസ്റ്റ് വൺ കമ്മോഡിറ്റി ഫീച്ചേഴ്സ് നമുക്കറിയാം അല്ലേ. Commodity, whether it may be wheat, rice, coffee, sugar, tea, pepper, etc. and also metals such as gold, silver, etc. അപ്പോൾ എന്തോ ഒരു കമ്മോഡിറ്റിയാണ്. അതായത് കമ്മോഡിറ്റി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് കോൺട്രാക്ട് ടു ബൈ ഓർ സെൽ സ്റ്റാൻഡർഡൈസ്ഡ് ഫിസിക്കൽ കമ്മോഡിറ്റീസ് ഫോർ ഡെലിവറി ഓൺ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം, ദാറ്റ് ഈസ് സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റ് അറ്റ് എൻ എഗ്രീഡ് പ്രൈസ്. ഒരു എഗ്രീഡ് പ്രൈസിൽ ഫ്യൂച്ചർ ഡേറ്റിൽ നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു സ്റ്റാൻഡർഡൈസ്ഡ് എക്സ്ചേഞ്ചിൽ വെച്ചിട്ട് ഇതുപോലെയുള്ള ഏതെങ്കിലും ഫിസിക്കൽ കമ്മോഡിറ്റീസ് എക്സ്ചേഞ്ച് ചെയ്യുക, ബൈയിങ് ആൻഡ് സെല്ലിങ് നടക്കുക. അപ്പോൾ ഇവിടെ അണ്ടർലൈങ് അസറ്റ് എന്താണ്? കമ്മോഡിറ്റി. അപ്പോൾ അതാണ് കമ്മോഡിറ്റി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ പറയുന്നതാണ് ഫിനാൻഷ്യൽ ഫീച്ചേഴ്സ്. ഫിനാൻഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെദർ ഇറ്റ് മേ ബി കറൻസി, സ്റ്റോക്ക്, ഇൻഡെക്സ്, ഇൻട്രസ്റ്റ് റേറ്റ് എക്സെട്ര എന്തോ ആവാം. ഓക്കെ, അതായത് റീസെൻ്റായിട്ട് എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫീച്ചർ ടൂളാണത്. അതായത് ഇതിൽ പറയുന്നത് സ്റ്റാൻഡർഡൈസർ തന്നെയാണ്, ലീഗലി എൻഫോഴ്സിബിൾ ആണ്. ഇവിടെ ഫിനാൻഷ്യൽ അസറ്റ്സ് ഓർ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ അണ്ടർലൈങ് അസറ്റ്. ഫിനാൻഷ്യൽ അസറ്റ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇവിടെ എന്തായിട്ട് വരുന്നത്, അണ്ടർലൈങ് അസറ്റായിട്ട് വരുന്നത്. So foreign exchange financial instruments like treasury bill, commercial paper, stock market index, index rate etc. ഇതൊക്കെ ഇതിൽ എന്തായിട്ട് വരുന്നുണ്ട്, ഫിനാൻഷ്യൽ ഫീച്ചേഴ്സിൻ്റെ അണ്ടർലൈങ് അസറ്റായിട്ട് വരുന്നുണ്ട്. It may be classified into four, that is currency features, stock features, interest rate features and index features. എന്താണ് കറൻസി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ? കറൻസി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വേർ ദ അണ്ടർലൈങ് അസറ്റ്സ് ആർ കറൻസീസ്. ഇവിടെ കറൻസീസ് ആണ് അണ്ടർലൈങ് അസറ്റായിട്ട് വരിക. ഇതിൻ്റെ കറൻസിയെ മേജർ സെൻറ്റേഴ്സ് ആയിട്ടുള്ള ചിക്കാഗോ, ലണ്ടൻ, സിംഗപ്പൂർ ഇവിടങ്ങളിലാണ് നമ്മൾ കൂടുതലും ഇതുപോലുള്ള പല വേരിയൻസ് കറൻസി ഫീച്ചേഴ്സ് കണ്ടിട്ടുള്ളത്. ദെൻ സെക്കൻഡ് വൺ പറയുന്നു സ്റ്റോക്ക് ഫീച്ചേഴ്സ്. സ്റ്റോക്ക് ഫീച്ചേഴ്സ് മീൻസ് വേർ അണ്ടർലൈങ് അസറ്റ്സ് ആർ സ്റ്റോക്സ്. അണ്ടർലൈങ് അസറ്റ് എന്താണ്? ഇവിടെ എന്താ, സ്റ്റോക്കാണ്. അത് 1882 കലാസ് സിറ്റി ബോർഡ് ഓഫ് ട്രേഡ് ആണ് ഇത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ തേർഡ് വൺ ഇൻട്രസ്റ്റ് റേറ്റ് ഫീച്ചേഴ്സ്. എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫീച്ചേഴ്സ്? ഇവിടെ അണ്ടർലൈങ് അസറ്റ് എന്താണ്, ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇൻ ഇന്ത്യ the interest rate features are introduced in June 24, 2003 at NSE. They were relaunched on August 31, 2001 with modification to the underlying asset and contract features. ഇന്ത്യയിൽ 2003 ജൂൺ 4 ഇത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഇൻഡെക്സ് ഫീച്ചേഴ്സ്. ഇൻഡെക്സ് ഫീച്ചേഴ്സ് are those where the underlying assets are stock indices such as BSE, Sensex or Nifty. ഇവിടെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ഇൻഡിസസ് ആണ്. അതായത് സ്റ്റോക്ക് ഇൻഡെക്സ് ആണ് ഇവിടെ BSEയുടെ, സെൻസെക്സ് അല്ലെങ്കിൽ നിഫ്റ്റി അതൊക്കെയാണ് ഇവിടെ അണ്ടർലൈങ് അസറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫീച്ചേഴ്സ്. ഒന്നുകൂടി പറയാം, രണ്ട് രീതിയിലാണ് അണ്ടർലൈങ് അസറ്റിൻ്റെ ബേസിൽ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് കമ്മോഡിറ്റി ഫീച്ചേഴ്സും ഒന്ന് ഫിനാൻഷ്യൽ ഫീച്ചേഴ്സും. കമ്മോഡിറ്റി ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ അണ്ടർലൈങ് അസറ്റ് എന്തെങ്കിലും കമ്മോഡിറ്റി ആയിരിക്കും. ഫിനാൻഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കും. ഇതിന് വീണ്ടും ഫിനാൻഷ്യൽ ഫീച്ചേഴ്സിനെ വീണ്ടും 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കറൻസി ഫീച്ചേഴ്സ്, സ്റ്റോക്ക് ഫീച്ചേഴ്സ്, ഇൻട്രസ്റ്റ് റേറ്റ് ഫീച്ചേഴ്സ് ആൻഡ് ഇൻഡെക്സ് ഫീച്ചേഴ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഫീച്ചേഴ്സ് ട്രേഡിങ്. ഫീച്ചേഴ്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു
കോൺട്രാക്റ്റിലേക്ക് എത്തിച്ചേരുമ്പോൾ ബൈയിങ്ങും സെല്ലിങ്ങും ഫിനാൻഷ്യൽ അസറ്റിൻ്റെ ഏതായാലും കമ്മോഡിറ്റീസിൻ്റെ ആയാലും ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. ആ ഒരു മെക്കാനിസം എങ്ങനെയാണ് നടക്കുക, അതാണ് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിലെ റിസ്ക് എന്ന് പറയുന്നത് ഹൈ ആണ്. അതുപോലെ തന്നെ മിനിമം ഡെപ്പോസിറ്റ് നമ്മൾ മിനിമം മാർജിൻ എന്ന നിലയിൽ നമ്മൾ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്യൂച്ചർ ട്രേഡിങ്ങിൻ്റെ ആ ഒരു സ്റ്റെപ്പുകളാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്ലേസിങ് ആൻ ഓർഡർ. ഫ്യൂച്ചർ കോൺട്രാക്ട്സ് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് ട്രേഡഡ് ഓൺ റെക്കഗ്നൈസ്ഡ് എക്സ്ചേഞ്ച് വഴിയാണ് ഈ ഒരു ട്രേഡിങ് നടക്കുന്നത്, ഒരു സിമിലർ ടു സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഇത് സെയിം ആസ് ദർ സെക്യൂരിറ്റീസ് ലൈക്ക് ഷെയറുകൾ അതെല്ലാം ത്തിൻ്റെയും ട്രേഡിങ് നടക്കുന്ന പോലെ തന്നെയാണ് ഇതും. വൺസ് ആൻ ഇൻവെസ്റ്റർ ഡിസൈഡ് ടു ബൈ എ സർട്ടൻ കോൺട്രാക്ട് ഹി കാൾസ് ദ ബ്രോക്കർ. അപ്പം ഞാൻ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ബ്രോക്കറെ വിളിച്ചിട്ട് അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് തേടുന്നു. ഈ ബ്രോക്കർ വുഡ് സെൻഡ് മെസ്സേജ് ടു ഹിസ് റെപ്രസെൻറ്റേറ്റീവ് ഓൺ ദ എക്സ്ചേഞ്ച്. ബ്രോക്കർ അദ്ദേഹത്തിൻ്റെ എക്സ്ചേഞ്ചിലുള്ള റെപ്രസെൻറ്റേറ്റീവ് വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് അതിനനുസരിച്ച് ഡീൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓർഡർ ഒറിജിനേറ്റ് ചെയ്യുന്നത് കസ്റ്റമറാണ്. അതായത് സിംപ്ലി എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർ ദ എക്സിക്യൂട്ടിംഗ് ബ്രോക്കർ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിരുന്നു. കസ്റ്റമർ മീൻസ് ദാറ്റ് ഇസ് ട്രേഡർ. ഇവരാണ് ഫ്യൂച്ചർ ഓർഡർ ടു ഇൻസ്ട്രക്ട് ഹിസ് ബ്രോക്കർ എക്സാക്ട്ലി വാട്ട് ടു ട്രേഡ്. എന്താണ് വാങ്ങേണ്ടത്, എന്താണ് വിൽക്കേണ്ടതെന്ന് ഈ കസ്റ്റമറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. The most common types of orders are market order, limit order, stop order, market if touch order, stop limit order, market and open order, market on close order, etc. പിന്നെ ഈ എക്സ്ചേഞ്ച് ആണ് ദ സൈസ് ഓഫ് ദ കോൺട്രാക്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്. പ്രൈസ് കോട്ട് ചെയ്യുന്നതും എക്സ്ചേഞ്ച് തന്നെയാണ്. Also in case of a commodity, the exchange also specifies the quality of the product and the delivery location. ഇപ്പോൾ കമ്മോഡിറ്റി ആണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഡെലിവറി ലൊക്കേഷനും കൂടി എക്സ്ചേഞ്ച് പറഞ്ഞിരിക്കും. If more investors want to go long than short, the price goes up, and conversely, if there are more sellers, then the price goes down. അല്ലേ, മോർ ബയേഴ്സ് ആകുമ്പോൾ പ്രൈസ് കൂടുന്നു, മോർ ഇൻവെസ്റ്റേഴ്സ് ആകുമ്പോൾ മോർ സെല്ലേഴ്സ് ആകുമ്പോൾ പ്രൈസ് goes down. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർഡർ പ്ലേസ് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റോൾ ഓഫ് ദ ക്ലിയറിംഗ് ഹൗസ്. റോൾ ഓഫ് ദ ക്ലിയറിംഗ് ഹൗസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ക്ലിയറിംഗ് ഹൗസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഡെപ്റ്റൻസും ക്ലിയർ ചെയ്യുന്നതാണ് അല്ലേ. ഇൻ്റർവീനീസ് ആണ്, ലിങ്ക് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. If one of the parties fails to commit the obligation or to deliver the future exchanges would deliver by very soon. അല്ലേ, ഇപ്പോൾ ഏതെങ്കിലും കേസുകളിൽ ഏതെങ്കിലും ഒരു ഓർഡർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഫെയിൽ ചെയ്യുകയാണെങ്കിൽ അവർ പെട്ടെന്ന് ഡെലിവർ ചെയ്യാം. പീപ്പിൾ വുഡ് ലോസ് കോൺഫിഡൻസ് ഇൻ ദിസ് സിസ്റ്റം. ഇറ്റ് വുഡ് പ്രൊവൈഡ് നോ അട്രാക്ഷൻ ടു ഹെഡ്ജസ് ഓർ സ്പെക്കുലേറ്റേഴ്സ്. ഇതൊരു എന്താ പറയുക, എക്സ്ചേഞ്ച് വഴി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹെഡ്ജസും സ്പെക്കുലേറ്റേഴ്സിനും കാര്യമായിട്ട് റോള് ഇല്ല. ആൻഡ് ദ ക്ലിയറിംഗ് ഹൗസ് എൻഷുവേഴ്സ് ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ഈച്ച് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ബൈ ഇൻ്റർപോസിങ് ഇറ്റ്സെൽഫ് ബിറ്റ്വീൻ ഈച്ച് ബയർ ആൻഡ് സെല്ലർ. ഓരോ വ്യക്തികളെയും ഇവർ ഇൻ്റർപോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് പാർട്ടികളും നോ വറി ബിക്കോസ് ഓഫ് ദ ഗ്യാരണ്ടി ഓഫ് ദ ക്ലിയറിംഗ് ഹൗസിൻ്റെ ഗ്യാരണ്ടി കൊണ്ട് രണ്ട് പാർട്ടികൾക്കും കാര്യമായ ടെൻഷനില്ല. ദെൻ തേർഡ് സ്റ്റെപ്പ് പറയുന്നത് ഡെയിലി സെറ്റിൽമെൻറ്റ്. A key role of the future exchange is to organize trading such as the contract defaults are minimized or eliminated. അല്ലേ, നമ്മൾ സെറ്റിൽമെൻറ്റ് എപ്പോഴും മിനിമൈസ് ചെയ്യുക, റിസ്ക് ഫ്രീ ആക്കുക, അതൊക്കെ അല്ലെങ്കിൽ റിസ്ക് എലിമിനേറ്റ് ചെയ്യുക, അതൊക്കെയാണ് നമ്മളുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടിപ്പിക്കലി നമ്മൾ ഡെയിലി സെറ്റിൽമെൻറ്റിൽ 5 to 10% കോൺട്രാക്റ്റിൻ്റെ വാല്യൂ നമ്മൾ ഇനീഷ്യൽ മാർജിൻ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യമായിട്ടുള്ള ടെൻഷൻ വരുന്നില്ല. അതുപോലെ at the end of each trading day, the margin amount is adjusted to reflect the investor's gain or loss. അല്ലേ, ഓരോ ദിവസവും ആ മാർജിൻ എമൗണ്ട് ഇൻവെസ്റ്ററുടെ അക്കൗണ്ടിലേക്ക് മീൻസ് ഗെയിൻ ആയിട്ടോ ലോസ് ആയിട്ടോ കയറുന്നുണ്ട്. ഇതിന് പറയുന്ന പേരാണ് മാർക്കിംഗ് ടു മാർക്കറ്റ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാനുണ്ട്. This process of marking to the market, if the balance in the margin amount falls below the maintenance margin, the investor receives a margin call. He is required to deposit additional funds to bring the balance to the level of initial margin in a very short period of time. ഓക്കെ, നമുക്ക് മാർക്കിംഗ് ടു മാർക്കറ്റിൽ പഠിക്കാൻ ഡീറ്റെയിൽ ആയിട്ട്. ദെൻ ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഡെലിവറി ആൻഡ് ക്യാഷ് സെറ്റിൽമെൻറ്റ്. ഓൾ കോൺട്രാക്ട്സ് ഇവഞ്ച്വലി എക്സ്പയർ. ടൈം എത്തുമ്പോൾ അത്
എക്സ്പയർഡ് ആവും. ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാഷ് സെറ്റിൽമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. മോസ്റ്റ് നോൺ ക്യാഷ് സെറ്റിൽഡ് ഫിനാൻഷ്യൽ ഫീച്ചേഴ്സ് കോൺട്രാക്ട് പെർ ഡെലിവറി ഓൺ എനി ബിസിനസ് ഡേ ഓഫ് ദ ഡെലിവറി മന്ത്. ഒരു ഇതുള്ള എക്യുപ്മെൻറ്റ്സൊക്കെ ഡെലിവറി മന്തിൽ, ആ ഒരു മന്തിൽ ഏതെങ്കിലും ഒരു വർക്കിംഗ് ഡേയിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. യൂഷ്വലി ഡെലിവറി ഈസ് എ 3-day sequence beginning 2 business days prior to the first possible delivery day. The clearing member firms report to the clearing house those of their customers who hold long position. ആരാണ് ലോങ് പൊസിഷനിൽ ഇരിക്കുന്നത് അവർക്ക് മെസ്സേജ് കൊടുക്കുന്നു. Then 2 business days before the intended delivery day, the holder of short position who intends to make delivery notice the clearing house of its desire to deliver. This day is called position day. ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് നോക്കും. On the next business day called the notice of intention day, the exchange selects the holder of the oldest long position to receive delivery. On the third day called delivery day take place and the long pays the short. ഇങ്ങനെ 3 ദിവസങ്ങളിലായിട്ടാണ് ഡെലിവറി നടക്കുന്നത്. അപ്പോൾ ഇത്രയും മെക്കാനിസത്തിലൂടെയാണ് ഫ്യൂച്ചേഴ്സ് ട്രേഡിങ് നടക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ക്ലിയറിംഗ് ഹൗസ്, അതിൻ്റെ റോൾ എന്താണ്. നമുക്കറിയാം ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് എല്ലാം ഒരു ത്രൂ ദ ക്ലിയറിംഗ് ഹൗസിലൂടെയാണ് എല്ലാ എക്സ്ചേഞ്ച് വഴി അറ്റാച്ച് ചെയ്തിട്ടാണ് നടക്കുന്നത്. ഒരു സെപ്പറേറ്റ് ബോഡി, ഒരു പാർട്ട് ഓഫ് ഫ്യൂച്ചർ എക്സ്ചേഞ്ചിൻ്റെ ഭാഗം അല്ലെങ്കിൽ സെപ്പറേറ്റ് ബോഡിയാണത്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി ക്ലിയറിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ്, അതൊരു NSEയുടെ ഒരു ക്ലിയറിംഗ് ഹൗസായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉണ്ടാവും, ക്ലിയറിംഗ് ബ്രോക്കേഴ്സ് ഉണ്ടാവും. ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഹു ആർ നോട്ട് മെമ്പേഴ്സ് ഓഫ് ദ ക്ലിയറിംഗ് ഹൗസ് ഹാവ് ടു ട്രാൻസ്ഫർ ദർ ഫ്യൂച്ചേഴ്സ് ത്രൂ എ മെമ്പർ ഓഫ് ദ ക്ലിയറിംഗ് ഹൗസ്. നമുക്കൊരിക്കലും ഈ ക്ലിയറിംഗ് ഹൗസിൽ മെമ്പേഴ്സ് ഇല്ലാതെ കാര്യങ്ങൾ നടക്കില്ല. ദ സെല്ലർ ഹാസ് ടു ഡെലിവർ ദ അസറ്റ് ടു ദ ക്ലിയറിംഗ് ഹൗസ് ആൻഡ് ദ ക്ലിയറിംഗ് ഹൗസ് ഡെലിവർ ടു ദ സെയിം ടു ദ ബയർ. സെല്ലർ എന്താ ചെയ്യുന്നത്? ക്ലിയറിംഗ് ഹൗസിലാണ് കൊടുക്കുന്നത്, ക്ലിയറിംഗ് ഹൗസാണ് ബയർക്ക് പർട്ടിക്കുലറായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് എക്സ്ചേഞ്ചും ഇൻവെസ്റ്റേഴ്സും തമ്മിലുള്ള ഒരു ഇൻ്റർമീഡിയറി ആയിട്ടാണ് ക്ലിയറിംഗ് ഹൗസ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ദസ് ദ ക്ലിയറിംഗ് ഹൗസ് ഫെസിലിറ്റേറ്റ്സ് ദ സ്മൂത്ത് ഓപ്പറേഷൻ ഓഫ് ദ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ്. ഫ്യൂച്ചർ ട്രേഡിങ്ങിന് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതുപോലെ ക്ലിയറിംഗ് ഹൗസാണ്. അതുകൊണ്ട് ഇറ്റ് സെർവ്സ് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ buyer and seller. Okay, and what are the functions of clearing house? It provides quick and simple way for traders to settle their contracts, and it simplifies deliveries against future contracts by matching delivery by shorts to open, and it records and settles the day-to-day trading results, and it acts as a legal counterparty to the buyer as well as to the seller. ഇതെല്ലാം നമ്മുടെ ക്ലിയറിംഗ് ഹൗസിൻ്റെ ഫങ്ഷൻസ്. അതൊക്കെ നമ്മൾ ബാങ്കിങ്ങിൽ പഠിക്കുന്ന ആ ഒരു ക്ലിയറിംഗ് ഹൗസിൻ്റെ ഫങ്ഷൻസ് തന്നെയാണ് വരുന്നത്. ഇനി ഇതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ആ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം, നിങ്ങൾ ടെക്സ്റ്റിലൊന്നുകൂടി ജസ്റ്റ് നോക്കണേ. Arun enters into forward contract with Varun on January 1st to buy 100 gram gold at 1450 per gram. അരുണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ട് വരുണുമായിട്ട് വാങ്ങാമെന്ന് അല്ലേ 100 ഗ്രാം സ്വർണം 1 ഗ്രാമിന് 1450 രൂപ വെച്ചിട്ട് വാങ്ങാം. വിത്ത് ദ എക്സ്പയറി ഡേറ്റ് ഓൺ March 27. ജനുവരി 1 തുടങ്ങിയിട്ട് March 27 വരെ. By the end of January, the gold price have shown a decreasing trend, and on February 5, gold is selling at 1375 per gram. It is also estimated that the price of gold is likely to decrease further till the March, and the expected price on March 27 is 1340 per gram. അപ്പോൾ അവിടെ 100 രൂപ 110 രൂപയിൽ ഏകദേശം ആ ഒരു റേഞ്ചിൽ അവിടെ എമൗണ്ട് കുറഞ്ഞു വരികയാണ് ചെയ്തത്. അപ്പോൾ കൺസിഡർ ദ പൊസിഷൻ ഓഫ് അരുൺ ഓൺ February 5. He needs to buy 100 gram gold at 1450 per gram. Regardless of the price of gold in the spot market on March 27, the price expected price 1340. Arun will have to fulfill his obligation under the forward contract to buy the gold at 1450 gram. He would incur a loss of ₹110 per gram. അല്ലേ, അപ്പോൾ 10,000 rupees 100 ഗ്രാമിന് നഷ്ടം വന്നിട്ടുണ്ട്. Which is the difference between the amount of needs to pay to buy at 1450 per gram and the amount would have paid in the market to buy gold at 1340 per gram. അത് ആ ഡിഫറൻസ് ആണ് 110 രൂപ പറയുന്നത്. ഇനി സപ്പോസ് ദർ ആർ ഗോൾഡ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് അവൈലബിൾ ഫ്യൂച്ചർ പ്രൈസ് ജനുവരി 1 is at 1450, February 15th 1375 and
At the selling time, it may be 1,400 not 2 per gram, which is the future price on February 5. This will result a loss of only 48 per gram or 4,800 in total. And the loss incurred at agreed price for 1,450 per gram on January 1st and agreed to sell 1,400 not 2 on February 5. Okay, futures are rarely closed with the delivery of the underlying asset. More than 90% of the future transactions are offset of this one. അപ്പോൾ ഇങ്ങനെ നമ്മൾ പല രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ രണ്ട് നഷ്ടം വരുന്നതാണെങ്കിൽ കൂടി നമുക്ക് അത്രയും ഹൈജാക്ക് ആയിട്ട് വരില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർവേഡ്സ് ആൻഡ് ഫ്യൂച്ചേഴ്സ്. ഇത് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് മാർജിൻ സിസ്റ്റം. വാട്ട് ഡു യു മീൻ ബൈ മാർജിൻ സിസ്റ്റം? നമ്മൾ പറഞ്ഞു ദ ക്ലിയറിംഗ് ഹൗസ് അണ്ടർടേക്സ് ഡിഫോൾട്ട് റിസ്ക് ടു പ്രൊട്ടക്ട് ഇറ്റ്സെൽഫ് ഫ്രം ദിസ് റിസ്ക്. ദ ക്ലിയറിംഗ് ഹൗസ് റിക്വയർസ് ദ പാർട്ടിസിപ്പൻസ് ടു കീപ് എ മാർജിൻ. അല്ലേ, ഒരു മാർജിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇനീഷ്യൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അതർ ഇറ്റ് മേ ബി അപ് ടു 5 to 10% ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റിൻ്റെ ഫേസ് വാല്യൂവിൻ്റെ 5 മുതൽ 10% വരെയാണ് വരിക. ഇനി പ്രധാനമായിട്ട് 3 രീതിയിലാണ് മാർജിൻ ടൈപ്സ് ഉള്ളത്, അല്ലെങ്കിൽ മാർജിൻ സിസ്റ്റം ഉള്ളത്. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് ഇനീഷ്യൽ മാർജിൻ, ആൻഡ് സെക്കൻഡ് വൺ മെയിൻ്റനൻസ് മാർജിൻ, ആൻഡ് തേർഡ് വൺ വേരിയേഷൻ മാർജിൻ. എന്താണ് ഇനീഷ്യൽ മാർജിൻ എന്ന് പറയുന്നത്? ശ്രദ്ധിക്കുക, മൂന്നും തമ്മിൽ സ്ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ. ഇനീഷ്യൽ മാർജിൻ എന്ന് പറയുന്നത് ടു ബി പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് എൻട്രിങ് ഇൻ ടു ദ കോൺട്രാക്ട്. നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുമ്പോൾ കൊടുക്കുന്ന മാർജിനാണ് ഇനീഷ്യൽ മാർജിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡെപ്പോസിറ്റ് റിക്വയർഡ് ഓൺ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ടു ബി പെയ്ഡ് ബൈ ബോത്ത് പാർട്ടീസ്. രണ്ട് പാർട്ടികളും ഇവിടെ കൊടുക്കുന്നുണ്ട്. ദസ് ഇനീഷ്യൽ മാർജിൻ ഇൻ ദ ഒറിജിനൽ എമൗണ്ട് ടു ബി ഡെപ്പോസിറ്റഡ് ബൈ ദ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഇൻ ദെയർ മാർജിൻ അക്കൗണ്ട് വിത്ത് ദ ക്ലിയറിംഗ് ഹൗസ് ബിഫോർ ദ ക്യാൻ പ്ലേസ് ബൈ ഓർ സെൽ ഓർഡർ ഓഫ് ഫ്യൂച്ചർ. ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ബൈ ചെയ്യുമ്പോൾ സെല് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ആൾസോ നോൺ ആസ് ഓർഡിനറി മാർജിൻ. And the amount of margin varies according to the type of contract set by each exchange. ഓരോ എക്സ്ചേഞ്ച് ആണ് സെറ്റ് ചെയ്യുന്നതും അത് ഏത് ടൈപ്പ് കോൺട്രാക്റ്റ് ആണ് അതിനനുസരിച്ച് ഡിഫറൻസ് ആവും. ജനറലി ഇനീഷ്യൽ മാർജിൻ ഈസ് ജനറലി ഈക്വൽ ടു അബൌട്ട് 2% ഓഫ് ദ കോൺട്രാക്ട് വാല്യൂ. കോൺട്രാക്ട് വാല്യൂവിൻ്റെ 2% ആണ് ജനറലായിട്ട് എന്ത് പറയുക, ഇനീഷ്യൽ മാർജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മെയിൻ്റനൻസ് മാർജിൻ. മെയിൻ്റനൻസ് മാർജിൻ എന്ന് പറയുന്നത് ടു ബി മെയിൻറ്റെയിൻ ത്രൂ ഔട്ട് ദ ഡ്യൂറേഷൻ ഓഫ് ദ കോൺട്രാക്ട്. ആ ഒരു ഡ്യൂറേഷൻ, കോൺട്രാക്റ്റിൻ്റെ ഡ്യൂറേഷനിൽ ത്രൂ ഔട്ട് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ടോപ്പിക്കിൽ പറഞ്ഞ പോലെ നമ്മളൊരു 3 മാസമാണെങ്കിൽ 3 മാസം നമ്മൾ ആ മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യുക. ദിസ് ഈസ് ദ മാർജിൻ ഓഫ് ഫ്യൂച്ചർ ട്രേഡർ മസ്റ്റ് മെയിൻറ്റെയിൻ വൺസ് ഫ്യൂച്ചർ പൊസിഷൻസ് ടേക്കൺ. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ദാറ്റ് മസ്റ്റ് ബി റിമെയിൻ ഇൻ എ മാർജിൻ അക്കൗണ്ട്. മാർജിൻ അക്കൗണ്ടിൽ നമുക്ക് മിനിമം വേണ്ട എമൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് മേ ബി ഈക്വൽ ടു 75% ഓഫ് ദ ഇനീഷ്യൽ മാർജിൻ. ഇനീഷ്യൽ മാർജിൻ്റെ 75% ആയിരിക്കണം മെയിൻ്റനൻസ് മാർജിൻ. ഇഫ് ദ ഫ്യൂച്ചർ പ്രൈസ് മൂവ് അഗെയിൻസ്റ്റ് ദ ഇൻവെസ്റ്റർ, മാർജിൻ അക്കൗണ്ട് വിൽ ഫാൾ ബിലോ ദ മെയിൻ്റനൻസ് മാർജിൻ. ദ ബ്രോക്കർ വിൽ മേക്ക് എ കോൾ ആൻഡ് ദ ഫണ്ട് ഈസ് ആൾസോ നോൺ ആസ് മാർജിൻ കോൾ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ഇനീഷ്യൽ മാർജിൻ ഓൺ ഫ്യൂച്ചർ കോൺട്രാക്ട് ഈസ് 5,000 and the maintenance margin 3,750. That is 75% of 5,000. Okay, the next day suppose that the client has suffered a loss of rupees 1,000, then the balance in the margin account reduces to 4,000. Okay, further suppose that next day the price decreases to 500, thus the balance remaining, the broker will make a call, that is 2,500. So that is the initial marginal level, and the client is required to deposit 1,500 in the margin account. In short, maintenance margin is the additional margin required by the broker from the client. And the third one is variation margin. എന്താണ് variation margin എന്ന് പറയുന്നത്? It is the shortfall in margin to be remitted properly. If the investor's margin account falls below the maintenance margin level, variation margin must be added to the account to bring it back to the initial margin level. അതായത് ഇൻവെസ്റ്ററിൻ്റെ മാർജിൻ അക്കൗണ്ട് ഫാൾ ചെയ്യാണ്, ബിലോ മെയിൻ്റനൻസ് മാർജിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബ്രിങ് ഇറ്റ് ബാക്ക് ടു ദ ഇനീഷ്യൽ മാർജിൻ ലെവലിലേക്ക് നമ്മളതിനെ തിരിച്ചു കൊണ്ടുവരും. ദിസ് വേരിയേഷൻ മാർജിൻ റിഫേഴ്സ് ടു ദ അഡീഷണൽ എമൗണ്ട് ദാറ്റ് ഹാസ് ടു ബി ഡെപ്പോസിറ്റഡ് ബൈ ദ ട്രേഡർ വിത്ത് ദ ബ്രോക്കർ ടു ബ്രിങ് ദ ബാലൻസ് ഓഫ് മാർജിൻ അക്കൗണ്ട് ടു ദ ഇനീഷ്യൽ മാർജിൻ ലെവൽ. ഈ ബാലൻസ് മാർജിൻ ലെവലിനെ ഇനീഷ്യൽ മാർജിൻ ലെവലിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മാർജിനാണ് വേരിയേഷൻ മാർജിൻ.
ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ മാർജിൻ ആൻഡ് ദ ബാലൻസ് ഇൻ ദ മാർജിൻ അക്കൗണ്ട് മുകളിലെ എക്സാമ്പിളിൽ 5000 മൈനസ് 3500 ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു ഗോൾഡ് ഫ്യൂച്ചർ കോൺട്രാക്റ്റാണ് 100 ഗ്രാമിൻ്റെ. ഇൻവെസ്റ്റേഴ്സ് ബൈ 1 മെയിൽ വാങ്ങി മാർച്ച് 1 600 പെർ ഗ്രാമായിരുന്നു. പിന്നെ അത് 60,000 രൂപയായി. ഇനീഷ്യൽ മാർജിൻ എന്ന് പറയുന്നത് 10%, ദാറ്റ് ഈസ് 6000. മെയിൻ്റനൻസ് മാർജിൻ എന്ന് പറയുന്നത് 60,000 7.5%, ദാറ്റ് ഈസ് 4500. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നത്. ഏതെങ്കിലും ഭാഗങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.